നമസ്കാരം, ഞാൻ അമ്മു ഓസേപ്പച്ചൻ, സദർ അക്കാദമി ഫോർ നാട്യ ആൻഡ് രാഗയുടെ ആർട്ടിസ്റ്റിക് ഡയറക്ടർ. കലോത്സവ സമയമാണ് ഇപ്പോ. കലോത്സവങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്കൂൾ കലോത്സവങ്ങൾ സബ് ജില്ല വരെ എത്തി നിൽക്കുകയാണ്. ഈ സമയത്ത് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ള ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, യുഗമായി അല്ലെ, പക്ഷേ ഇപ്പോഴും ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ കലോത്സവ വേദികളുടെ, അത് ശോകം തന്നെയാണ് ഇപ്പോഴും. കാര്യം അന്ധകാലത്തും ഞങ്ങളുടെ അന്ധകാലത്തും ഇന്റെ കാലത്തും ടൈം മാനേജ്മെന്റ് കണക്ക് തന്നെയാണ്. എന്താണ് അതിന്റെ റിയൽ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് നമുക്ക് ടൈം കീപ്പ് ചെയ്യാൻ പറ്റാത്തത്? സബ് ജില്ലാ കോമ്പറ്റീഷൻ ഈ അടുത്ത ദിവസങ്ങളിൽ എന്റെ ഒരു കുട്ടിയുടെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അവർക്ക് റിപ്പോർട്ടിംഗ് ടൈം എന്ന് പറഞ്ഞു കൊടുത്തത് 1:15, ഉച്ചയ്ക്ക് 1:15 റിപ്പോർട്ടിംഗ് ടൈം കൊടുത്തു. ഇവന്റ് നടക്കുന്നത് 2:15. അപ്പൊ 1:15 റിപ്പോർട്ട് ചെയ്യേണ്ട കുട്ടി 11:30 ആയപ്പോ മേക്കപ്പ് ചെയ്ത് 1:15 അവിടെ ചെന്ന് വെന്യൂല് ചെന്ന് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോ ഓൾറെഡി ലേറ്റ് ആണ്. ആ കുട്ടിയുടെ പ്രോഗ്രാം പിന്നെ അന്നത്തെ ദിവസം നടന്ന സമയം എന്ന് പറയുന്നത് വൈകിട്ട് 5:30. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്ത് കഷ്ടമാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചെറിയ കുട്ടിയാണ്, യുപിയിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചാണ്. 5ാം ക്ലാസ് എന്നതിനും ഉപരി ഒരു ആർട്ടിസ്റ്റ്, ഒരു പ്രത്യേകിച്ച് ഡാൻസേഴ്സ്, അവര് വേദിയിൽ ഒരു മത്സര ഇനത്തിന് കയറുമ്പോ അവരുടെ കോസ്റ്റ്യൂം, ഓർണമെന്റ്സ്, ഇനി ഫോക്ക് ഡാൻസ് ഒക്കെ ആണെങ്കിൽ അത് മുടി കെട്ടുന്ന ശൈലി, ക്ലാസിക്കലിന് അങ്ങനെ തന്നെ മുടിയൊക്കെ കെട്ടി ഓർണമെന്റ്സ് ഒക്കെ വെച്ച് മേക്കപ്പ് ഒക്കെ ചെയ്ത് രാവിലെ മുതൽ ഒരുപക്ഷെ രാവിലെ തന്നെ ഒരു പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്യും. രാവിലെ ഒരുപക്ഷെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചൊന്നും വരില്ല. കുട്ടികളെ സംബന്ധിച്ച് അവർ കുഞ്ഞുങ്ങളല്ലേ, ചെറിയ കുട്ടികളല്ലേ, അവരെ സംബന്ധിച്ച് മേക്കപ്പ് ചെയ്ത് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചിലർ കഴിക്കുകയില്ല. കാര്യം വാഷ്റൂമിൽ പോകാനുള്ള പേടി ഉണ്ടാവും. കൂടുതൽ വെള്ളം കുടിച്ചാൽ വാഷ്റൂമിൽ പോകേണ്ട വന്നാലോ, കോസ്റ്റ്യൂം എല്ലാം തന്നെ ഊരേണ്ട വന്നാലോ എന്നൊക്കെ പേടിച്ച് കുട്ടികള് ഒരുപക്ഷെ ഫുഡും കഴിക്കില്ല, ആരും തന്നെ ഒരുപക്ഷെ വാഷ്റൂമിലും പോവില്ല. അപ്പൊ ഇത്രയും ചെറിയ കുട്ടികളുടെ ഒരു ഹെൽത്തിനെ ബാധിക്കുന്ന ഒരു കാര്യമായിട്ട് മാറുവാണ്. ഇത്രയും മണിക്കൂർ അവർ ഇങ്ങനൊരു കോസ്റ്റ്യൂമിൽ ഇരുന്ന് കഴിയുമ്പോ അവർ ടയേർഡ് ആവില്ലേ? ഇത്രയും മണിക്കൂർ ഇരിക്കുമ്പോ അവർക്ക് ഉറക്കം വരും, അവർ ടയേർഡ് ആവും, അവർക്ക് തലവേദനിക്കും. അത് ഒരു കലോത്സവത്തിൽ പങ്കെടുത്ത ഒരാൾക്കാണ് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. എന്തുകൊണ്ടാണ് ഞാൻ ഇതിനെതിരെ പ്രതികരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഭയങ്കര, ഞാൻ ആ സ്റ്റേജ് കഴിഞ്ഞ് വന്ന, ഒത്തിരി വേദികൾ കഴിഞ്ഞ് വന്ന ഒരാളാണ്. ഞാനും ഇത് അനുഭവിച്ചിട്ടുണ്ട്. ഒരു വ്യക്തമായിട്ടുള്ള ഒരു സെറ്റിംഗ് ഇല്ലാതെ നടക്കുന്ന കോമ്പറ്റീഷൻ, എന്റെയൊക്കെ പാലാ സബ് ജില്ല എന്ന് പറയുന്നത് ഒരു ദിവസം തന്നെ 8 സിംഗിൾ ഇവന്റ്സും നടന്നു, 9ാമത്തെ ഇനമായിട്ടുള്ള ഗ്രൂപ്പ് ഡാൻസ് നടന്നു. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അത് ഒന്ന് സമയത്തിന്റെ പ്രശ്നം, 2 എന്ന് പറഞ്ഞ ഇത്രയും ഇനങ്ങൾ ഒരു ദിവസം തന്നെ ചെയ്യേണ്ട വരുമ്പോൾ ഉണ്ടാകുന്ന, നമ്മളും മനുഷ്യന്മാരാണ്, നമ്മൾക്ക് നമ്മളുടേതായിട്ടുള്ള ആരോഗ്യപരമായിട്ടുള്ള കുറെ കാര്യങ്ങൾ, നമ്മളുടെ മൂഡ് സ്വിങ്സും എല്ലാം തന്നെയുണ്ട്. അത് ഓരോ കാലഘട്ടം കഴിയും തോറും നമ്മളുടെ ഈ ക്ലൈമറ്റിന്റെ ചൂട് കൂടിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇങ്ങനെ ഒരു കോസ്റ്റ്യൂമിൽ ഇത്രയും മണിക്കൂർ ഇരിക്കുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? അത് എന്തോരം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്തുകൊണ്ടാണ് ഇത്രയും സമയം തള്ളിപ്പോകുന്നത് എന്ന് എന്റെ ഒരു ചെറിയൊരു സജഷനാണ്. നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക, അല്ലെ എന്തുകൊണ്ടാണ് ഇത്രയും സമയം തള്ളിപ്പോകുന്നത് എന്നതിലുള്ള എന്റെ ഒരു സജഷൻ, എനിക്കൊരു അഭിപ്രായമുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്കൂൾ ലെവൽ കോമ്പറ്റീഷൻ കഴിഞ്ഞ് സബ് ജില്ലയിലേക്ക് വരും. അപ്പൊ സബ് ജില്ലയിലേക്ക് വരുമ്പോ വ്യക്തമായിട്ടൊരു ഫിൽട്ടറിങ് നടക്കുന്നില്ല, ഒന്ന് ഫിൽട്ടർ ചെയ്ത് ആകുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂളുകാർക്ക് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാ ഇവന്റ്സും കയറ്റിവിടാം, ജസ്റ്റ് പാർട്ടിസിപ്പേഷന് വേണ്ടിയിട്ട്. ഒരുപക്ഷെ അത് വെൽ പ്ലാൻഡ് ഒരു ഇവന്റ് ആയിരിക്കില്ല, സിംഗിൾ ഐറ്റം. ഈ ദിവസങ്ങളിൽ തന്നെ ഞാൻ കേട്ട മറ്റൊരു കാര്യമാണ്, എന്റെ അടുത്ത് ഡാൻസ് ബ്രേക്ക് ചെയ്ത് ഒരു 2 വർഷത്തോളമായിട്ട് ബ്രേക്ക് ചെയ്ത് ഇപ്പൊ സ്റ്റഡീസ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു കുട്ടി, അവരോട് അവരുടെ സ്കൂളുകാര് നിർബന്ധമായിട്ടും ഫോക്ക് ഡാൻസ് കളിക്കണമെന്ന് വാശി പിടിച്ചു. അപ്പൊ അവര് പറഞ്ഞു, ഇപ്പൊ ഞങ്ങള് ഡാൻസിന് പോകുന്നില്ല, ക്ലാസ്സിന് പോകുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ കളിക്കുന്നില്ല, പ്രാക്ടീസ് ചെയ്യാൻ സമയമില്ല എന്ന് പറഞ്ഞു. എങ്കിൽ കൂടിയും അവർ കമ്പൽ ചെയ്ത്, ഫോഴ്സ് ചെയ്ത് അവരോട് ഞങ്ങൾക്ക് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കിട്ടാൻ വേണ്ടി B ഗ്രേഡ് കിട്ടിയാലും കുഴപ്പമില്ല, ജസ്റ്റ് പാർട്ടിസിപ്പേഷന് വേണ്ടി പോകണം എന്ന് നിർബന്ധം പറഞ്ഞു. സ്കൂളുകാർ അങ്ങനെ നിർബന്ധം പറയുമ്പോ പാരന്റ്സിന് എന്താ ചെയ്യാൻ പറ്റുന്നത്? അവര് ഗതികേട് കൊണ്ട് പോകേണ്ട അവസ്ഥ വരും. അങ്ങനെ വരുമ്പോ യോഗ്യതയില്ലാത്ത ആൾക്കാരെ ഈ ജഡ്ജസ് വന്ന്, യോഗ്യതയില്ലാത്തവർ, ഓൾറെഡി സ്കൂളുകാർക്ക് അറിയാം അത് അത്ര വലിയ പെർഫോമൻസ് ഉണ്ടാവില്ല എന്ന് അവർക്കും കേൾക്കുമ്പോ അറിയാലോ. അപ്പോൾ ഈ ഒരു ഓവറോൾ ചാമ്പ്യൻഷിപ്പിന് വേണ്ടി ഒട്ടും തന്നെ ഫിൽട്ടർ ചെയ്യാണ്ട്, ഒട്ടും യോഗ്യത ഇല്ലാത്തവര്
വരുന്നുണ്ട് ഈ സബ് ജില്ലാ കോമ്പറ്റീഷന്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? സമയം ഇങ്ങനെ തള്ളിപ്പോകും. ചിലർ അതില് യൂട്യൂബില് പഠിച്ചാണ് ആൾക്കാരായിരിക്കും, യൂട്യൂബ് കണ്ട് പഠിച്ചാണ് ആൾക്കാരായിരിക്കും, മേക്കപ്പ് ഒന്നും ഇല്ലാണ്ട് സെൽഫ് മേക്കപ്പിൽ അങ്ങനെ തീരെ നിലവാരം കുറഞ്ഞ ഒരു പെർഫോമൻസ് ചിലപ്പോൾ ജഡ്ജസ് കാണേണ്ടി വരും. ജഡ്ജസിന് ഒരു അവസ്ഥ ആലോചിച്ച് നോക്കി, ഒരു നിലവാരമുള്ള കോമ്പറ്റീഷൻ നമ്മൾ ജഡ്ജ് ചെയ്യുമ്പോഴല്ലേ നമുക്കും അത് ജഡ്ജ്മെന്റിന് ഒരു ഗൗരവം വരുള്ളൂ. അപ്പൊ അതുകൊണ്ട് എന്റെ ഒരു സജഷൻ എന്ന് പറയുന്നത്, ഇത്രയും നാളായിട്ട് ഫസ്റ്റ് എ ഗ്രേഡിന് ഇത്ര പോയിന്റ്, ബി ഗ്രേഡ് കിട്ടിയാലും എനിക്ക് തോന്നുന്നു 5 പോയിന്റ് എന്താന്ന് തോന്നുന്നു, എനിക്ക് അത് അത്ര ക്ലിയർ അല്ല. പക്ഷെ ബി ഗ്രേഡിനും പോയിന്റ്, സി ഗ്രേഡിനും പോയിന്റ്. ഞാൻ സജസ്റ്റ് ചെയ്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ ഒരു ചെറിയൊരു സജഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ബി ഗ്രേഡ് കിട്ടുന്നത് സബ് ജില്ലയിൽ ബി ഗ്രേഡ് കിട്ടുന്ന കുട്ടികൾക്ക് നെഗറ്റീവ് ഒരു 8 മാർക്ക് ആക്കുക. അതായത് എ ഗ്രേഡിന് സമമായിട്ട് കുറയ്ക്കുക. ബി ഗ്രേഡ് കിട്ടുന്നവർക്ക് -8 ആക്കുക. സി ഗ്രേഡ് കിട്ടുന്ന ആളാണോ -10 ആക്കുക. അങ്ങനെ നെഗറ്റീവ് മാർക്ക് ബി ഗ്രേഡിനും സി ഗ്രേഡിനും കൊടുക്കാൻ തുടങ്ങുക. ആനുവലിൽ കുറെ മാറ്റങ്ങൾ വരുത്തുക. ബി ഗ്രേഡിനും സി ഗ്രേഡിനും മാർക്കുകൾ കുറയ്ക്കുക. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക? സ്കൂളിൽ നിന്ന് തന്നെ യോഗ്യതയുള്ള കുട്ടികളെ മാത്രമാണ് കയറ്റി വിടുകയുള്ളൂ. അല്ലെങ്കിൽ സ്കൂളുകാരെ ഫിൽട്ടർ ചെയ്യാൻ തുടങ്ങും. അല്ലെങ്കിൽ യോഗ്യത ഉണ്ടോ, പ്രാക്ടീസ് ഉണ്ടോ, അവരെ അന്വേഷിക്കാൻ തുടങ്ങും. അപ്പൊ അങ്ങനെ അന്വേഷിക്കാൻ തുടങ്ങുമ്പോ ആ കുട്ടികളുടെ പെർഫോമൻസ് നോക്കുമ്പോ എന്ത് സംഭവിക്കും? നിലവാരമുള്ള കോമ്പറ്റീഷൻ ആണ് സബ് ജില്ലാ കലോത്സവത്തിൽ വരുള്ളൂ. ഇത് തന്നെ ജില്ലയിലും ചെയ്യുക, ഇത് തന്നെ സ്റ്റേറ്റിലും ചെയ്യുക. അപ്പൊ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് വേണ്ടിയിട്ടുള്ള മത്സരത്തിൽ യോഗ്യത ഉള്ളവരെ ഇറക്കിയിട്ട് മത്സരിപ്പിക്കട്ടെ. അല്ലാണ്ട് ബി ഗ്രേഡ് കിട്ടിയാൽ ഇത്ര മാർക്ക് കിട്ടും, സി ഗ്രേഡ് കിട്ടിയാൽ ഇത്ര മാർക്ക് കിട്ടും എന്ന് പറഞ്ഞ് അങ്ങനെ ആവുന്നതാണ് ഈ ടൈം തള്ളി പോകാനുള്ള പ്രശ്നം. മറ്റൊരു കാര്യമാണ്, ചെസ് നമ്പർ 1 കിട്ടിയാൽ വരില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പോരാതിന് ഇത്രയും മണിക്കൂറുകൾ കുട്ടികൾ മേക്കപ്പ് ചെയ്ത് ഇങ്ങനെ ഇരിക്കേണ്ട ഗതികേടനം മാറ്റാനായിട്ട് എനിക്ക് തോന്നുന്നു ഒരു 2 ഇവന്റ് നടക്കുന്നതിന്റെ ഇപ്പൊ 9 മണിക്കാണ് ഇവന്റെങ്കിൽ ഒരു 2 മണിക്കൂർ മുൻപ് ഫുൾ ആ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന, ആ ഇവന്റിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാ കുട്ടികളും ഒരു കോമൺ ഡ്രസ്സിൽ, ഡാൻസിന്റെ ഡ്രസ്സിലല്ല, ഒരു കോമൺ ഡ്രസ്സിൽ വന്നിട്ട് അവരൊന്ന് സൈൻ ചെയ്യട്ടെ. അപ്പൊ അത്രയും കുട്ടികൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് ഉറപ്പ് വന്നു. അത് കഴിയുമ്പോൾ അവർ പോയി മേക്കപ്പ് ചെയ്യട്ടെ. അങ്ങനെ മേക്കപ്പ് ചെയ്യാൻ പോയിട്ട് ഒരു 2 മണിക്കൂർ സമയം മതിയാവും മേക്കപ്പ് ചെയ്യാൻ, അത് ധാരാളം മതിയാകും. അപ്പൊ ആ സമയം കൊണ്ട് തിരിച്ചു വന്ന് അവര് എന്ത് ചെയ്യാൻ പറ്റും? അവർ ആ ഇവന്റിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അപ്പൊ ഒത്തിരിയേറെ സമയം വൈകില്ല എന്നുള്ളത്. അപ്പൊ ആ 2 മണിക്കൂർ മുൻപ് ഈ നമ്മൾ സൈൻ ചെയ്യാൻ വരുന്ന അതേ സമയത്ത് തന്നെ ലോട്ടുകൾ എടുക്കട്ടെ. എല്ലാവർക്കും റിപ്പോർട്ടിംഗ് ടൈം സെയിം ടൈം കൊടുക്കുക. അപ്പൊ ലോട്ട് എടുക്കുക. അപ്പൊ 1ാമത്തെ നമ്പർ കിട്ടുന്ന ആൾക്ക് അറിയാലോ ആ ആളാണ് ഫസ്റ്റ് കളിക്കേണ്ടതെന്ന്. എന്നിട്ട് ഒരു 5 മിനിറ്റ് മാത്രം വെയിറ്റ് ചെയ്യുക. 5 മിനിറ്റിന് കൂടുതൽ വരുന്ന ഇവന്റിനെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞേക്കുക. ഗ്രീൻ റൂമുകൾ ഇപ്പൊ തന്നെയും ആ വെന്യൂവിന്റെ അവിടെ തന്നെയായിരിക്കും സെറ്റ് ചെയ്യുന്നത്. അങ്ങനെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ സമയം ഒത്തിരി തള്ളിപ്പോവില്ല എന്ന് മാത്രമല്ല നിലവാരമുള്ള കോമ്പറ്റീഷൻ വരും. അങ്ങനെ നിലവാരമുള്ള കോമ്പറ്റീഷൻ വന്നാലല്ലേ നമ്മൾ ഈ കലോത്സവം എന്നതുകൊണ്ട് കലേനെ പ്രൊമോട്ട് ചെയ്യുന്നു എന്നതിലുള്ള ഗുണം വരുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ സ്കൂളുകാര്, അപ്പൊ നിങ്ങൾ ചോദിക്കും സാധാരണക്കാർക്ക് ചെയ്യണ്ടേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എയ്ഡഡ് സ്കൂളുകളിൽ, ഞാൻ പഠിച്ച ഭരണങ്ങാനം എയ്ഡഡ് സ്കൂളാണ്, ആ സ്കൂളിലേക്ക് ആ സ്കൂളിന്റെ അന്നത്തെ പ്രിൻസിപ്പൾ ആയിരുന്ന സിസ്റ്റർ ക്രിസ്റ്റി, എന്റെ ക്രിസ്റ്റിയമ്മ മലയാറ്റൂർക്കാരിയായ ഞാൻ എങ്ങനെയാണ് കോട്ടയം ജില്ലയുടെ കലാതിലകമാവുന്നത് നിങ്ങൾക്ക് അറിയോ? കാരണം എന്താണ് എന്നുള്ളത്. ആ കാരണം വളരെ സിമ്പിളാണ്. എന്റെ ഫോക്ക് ഡാൻസിന്റെ സാറിനോട് പറഞ്ഞു, എറണാകുളം ജില്ലയിലെ പ്രോഗ്രാമിന് വിന്നറായിരുന്ന എന്നെ ആ സ്കൂളിലേക്ക് മാറ്റാൻ എന്റെ സാറ് തന്നെയാണ് ഭരണങ്ങാന സ്കൂളിന്റെ ഗ്രൂപ്പ് ഡാൻസ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ക്രിസ്റ്റിയമ്മയാണ് ഞാൻ ആ സ്കൂളിൽ എത്താനുള്ള കാരണം. എന്റെ ഫോക്ക് ഡാൻസ് സാറിനോട്, ഡെന്നി സാറിനോട് ഞങ്ങൾക്ക് സ്റ്റേറ്റ് വരെ പോവാനുള്ള ഒരു കുട്ടീനെ വേണം എന്ന് പറഞ്ഞ് എന്റെ ക്രിസ്റ്റിയമ്മ, എന്റെ പ്രിൻസിപ്പൽ സിസ്റ്റർ അന്ന് കണ്ട ആ ഒരു കാഴ്ചപ്പാടും ക്രിസ്റ്റിയമ്മയുടെ ആഗ്രഹവുമാണ് മലയാറ്റൂർക്കാരിയായ ഞാൻ ആ സ്കൂളിൽ എത്തിയതും. പ്ലസ് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു നടിയുണ്ട്, നിഖില വിമൽ. തളിപ്പറമ്പുകാരി, കണ്ണൂർകാരിയായിട്ടുള്ള നിഖില എങ്ങനെയാണ് നമ്മളുടെ SHGHSൽ ഭരണങ്ങാനത്തെ സ്കൂളിൽ വന്നത്? അതും ഇതേ ക്രിസ്റ്റിയമ്മയുടെ ഒരു ആഗ്രഹം, സ്റ്റേറ്റ് വരെ കയറി പോവാൻ ഉള്ള യോഗ്യതയുള്ള കുട്ടികളായിരിക്കണം ഭരണങ്ങാനം സ്കൂളിൽ കലോത്സവത്തിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ എന്നുള്ള ആ ക്രിസ്റ്റിയമ്മയുടെ ആഗ്രഹമാണ് നിഖില ഇപ്പോ സിനിമാ രംഗത്തുള്ള മിയ ജോർജ് എന്ന് വെച്ചാൽ ജിമി, ഞങ്ങളുടെ ജിമി, നിങ്ങളുടെ മിയ ജോർജ്, നിഖില, ജിമി, ഞാനൊക്കെ ഒരേ സമയത്ത് ഉണ്ടായിരുന്ന. എന്റെ ജൂനിയർ ആണ് നിഖില എന്ന് പറയുന്നത്. എനിക്ക് അവള് അനീത്തിനെ പോലെയാണ്. കാര്യം എന്താ വെച്ചാൽ ഞങ്ങൾ രണ്ടുപേരും, നിഖിലയും ഞാനും ഹോസ്റ്റലിൽ നിന്ന് പഠിച്ച ആൾക്കാരാണ്. ആ സ്കൂളിൽ ഞങ്ങൾക്ക്, ആ പ്രിൻസിപ്പൾ ഞങ്ങൾക്ക് തന്ന ഗിഫ്റ്റ് ആണ്
ഞങ്ങളുടെ സാറുമാർ അവിടെ വന്ന് പഠിപ്പിക്കുമ്പോൾ, ഞങ്ങളുടെ ഇവന്റ്സ് പഠിപ്പിക്കുമ്പോൾ അതിന് വേണ്ടിയിട്ട് ക്ലാസ്സിൽ നിന്ന് ഞങ്ങളെ ആ പ്രാക്ടീസിന് വിടുകയും അതിന് ഇൻചാർജ് ആയിട്ട് മറ്റു സിസ്റ്റേഴ്സിനെ ഏൽപ്പിക്കുകയും എല്ലാ ദിവസവും ഞങ്ങളെ പ്രാക്ടീസ് ചെയ്യുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാനും ഞങ്ങളെ സിസ്റ്റേഴ്സിനെയും ടീച്ചേഴ്സിനെയും ഏൽപ്പിച്ച് ആ പ്രിൻസിപ്പൽ സിസ്റ്റർ വലിയൊരു റോൾ മോഡലാണ്. അപ്പൊ എയ്ഡഡ് സ്കൂളുകാർക്ക് അല്ലെങ്കിൽ സാമ്പത്തികം കുറവുള്ള കലാകാരെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് സ്കൂളുകാർ തന്നെ നല്ല ടീച്ചേഴ്സിനെ വെച്ച് പഠിപ്പിക്കട്ടെ, അതിനുള്ള കാര്യങ്ങൾ സ്കൂളുകാർ ചെയ്യട്ടെ, അങ്ങനെ ഫിൽട്ടർ ചെയ്ത് നല്ല കലാകാരന്മാരെ വാർത്തു കൊണ്ടുവരട്ടെ. അങ്ങനെയാവുമ്പോ ടൈം തള്ളി പോവേയില്ല. നല്ല കലാകാരന്മാരെ നമുക്ക് കലോത്സവ വേദികളിൽ നിന്നും വീണ്ടും വീണ്ടും കലാലോകത്തിന് സമ്മാനിച്ച് കിട്ടും. നല്ല കലാകാരന്മാരെ നമ്മളുടെ കലാലോകത്തിന് സമ്മാനിച്ച് കിട്ടട്ടെ. ഇതൊരു ദൗത്യമാണ്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ നിലനിൽക്കുന്ന മാനുവൽ തിരുത്തി പുതിയ തീരുമാനങ്ങൾ വരേണ്ട സമയമായി. ആ ദൗത്യം ഞാൻ നിങ്ങൾ പബ്ലിക്കിനെ ഏൽപ്പിക്കുകയാണ്. കാര്യം എനിക്കറിയാം, എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരിലും ഈ മാനുവൽ മാറ്റുക എന്ന് പറയുന്നത് നമ്മളുടെ ബഹുമാനപ്പെട്ട CM-നും നമ്മളുടെ ബഹുമാനപ്പെട്ട എഡ്യൂക്കേഷൻ മിനിസ്റ്ററിനും മാത്രമാണ് ചെയ്യാൻ പറ്റുള്ളൂ. അവർക്കാണ് ഈ തീരുമാനങ്ങൾ എടുത്ത് ഇതിനെ മാറ്റാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരിലും അവരുമായിട്ട് കോണ്ടാക്ട് ഉള്ള, അവരോട് ഈ കാര്യം അവരുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ള ആളുകൾ നിങ്ങളിൽ ഓരോരുത്തരിലും ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് അവരുടെ ശ്രദ്ധയിൽ എത്തും വരെ നിങ്ങൾ ഈ ദൗത്യത്തിന് ഏറ്റെടുക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.